നമ്മൾ കാണുന്ന ഈ ലോകം തികച്ചും വ്യത്യസ്തമാണ്. ചൈനയെ നമുക്ക് നന്നായി അറിയാം. അവർ വളരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവർക്ക് ആയുധങ്ങളുണ്ട്, അവർക്ക് ആവശ്യമായ നാവികസേനയുണ്ട്, അവർക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ ചെറിയൊരു താരിഫ് യുദ്ധം നടത്തി. അതിൽ അവർക്കുണ്ടായ നഷ്ടം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്നും തന്നെ വന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പറയാം. ചൈനയിൽ ആഡംബര വസ്തുക്കൾ സംസ്ഥാന ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആഡംബര വസ്തുക്കൾ അനാവശ്യമായി ചിലവഴിക്കരുത് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ആഡംബരത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്. അനാവശ്യ ചിലവുകൾ എന്താണ്? ഇങ്ങനൊരു ചോദ്യം വരാം. എക്സ്പെൻസീവ് സിഗരറ്റ്സ്, വില കൂടിയ സിഗരറ്റ്സ്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ, ഇതൊന്നും അവിടുത്തെ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാൻ പാടില്ല. അത് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ ബാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സംസ്ഥാന ഉദ്യോഗസ്ഥർ ഇത്രയും ആഡംബര ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ അവിടുത്തെ സാധാരണ ജനങ്ങൾക്കും ആഡംബര വസ്തുക്കളോടുള്ള ആഗ്രഹം ഉണ്ടാകും. ഇതിനൊരു ചെറിയ നെഗറ്റീവ് വശമുണ്ട്. നിലവിൽ ചൈനയിൽ ഒരു സാമ്പത്തിക അസന്തുലിതാവസ്ഥയുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് അവർ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിരിക്കുകയാണ്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ കയറ്റുമതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ കയറ്റുമതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് തീർച്ചയായും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അവർ എല്ലാ വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, മൈക്കുകൾ, ക്യാമറ, ഇവയെല്ലാം മെയ്ഡ് ഇൻ ചൈന എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ പെട്ടെന്ന് വീഴുമോ എന്നൊക്കെ ചോദിക്കാം. ചൈനയുടെ ഏറ്റവും വലിയ ഉറവിടം അവരുടെ ഫാക്ടറികളാണ്. ഒരു IT കമ്പനിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ആ കമ്പനിയെ ആശ്രയിക്കുന്ന ആളുകളെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. മറ്റൊരു കമ്പനിക്ക് വ്യത്യസ്തമായ പ്രോജക്റ്റ് ആയിരിക്കും, അവർക്ക് മറ്റൊരു ക്ലയൻസ് ഉണ്ടാകും, അവരെങ്ങനെയെങ്കിലും ഒക്കെ റണ്ണാകും. ഇനി ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിർമ്മാണ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ യൂണിറ്റിന് വേണ്ടി അവരുടെ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് പ്രത്യേക ഒരു കമ്പനി ഉണ്ടായിരിക്കും. ആ കമ്പനിക്ക് ആവശ്യമായ മറ്റു വസ്തുക്കൾ, സ്റ്റിച്ചിങ്, പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു കമ്പനി ഉണ്ടാകും. അപ്പോൾ ഒരു ഫാക്ടറി അവിടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്ക് താഴെയുള്ള ധാരാളം ബിസിനസ്സുകൾ അതിന് നഷ്ടമായി മാറും. ഈ ബിസിനസ്സിലെ നഷ്ടം ജനങ്ങളുടെ ആഡംബര ജീവിതത്തിന് ഒരു പ്രശ്നമുണ്ടാക്കും. ആഡംബര ജീവിതത്തിന് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കും. അപ്പോൾ ആളുകൾക്ക് അത് നിരാശയുണ്ടാക്കും. ആ നിരാശ വലിയൊരു സർക്കാർ പ്രതിപക്ഷമായി തന്നെ മാറും. ആ എതിർപ്പ് താങ്ങാൻ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്ക് കഴിയില്ല. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചൈന അടുത്തടുത്ത കരുനീക്കങ്ങളെല്ലാം നടത്തുന്നത്. ഇതൊരു വശത്തുള്ളപ്പോൾ റഷ്യയും അമേരിക്കയും 2 മണിക്കൂറോളം സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 2 മണിക്കൂർ നീണ്ട കോളിൽ അവർ എന്തെല്ലാം സംസാരിച്ചു എന്നുള്ളതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പുടിനും ട്രംപും പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ചൈനയിൽ ലക്ഷറി ഗുഡ്സ് ബാൻ ചെയ്തല്ലോ, അതുപോലെ റഷ്യയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു. ഫിലിംസ് പ്രൊമോട്ടിംഗ് ചൈൽഡ് ഫ്രീ ലൈഫ് സ്റ്റൈൽ ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യയ്ക്ക് ആവശ്യമായ വളരെ വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ചൈൽഡ് ഫ്രീ ലൈഫ്, കുഞ്ഞുങ്ങൾ തന്നെ വേണ്ട, കുഞ്ഞുങ്ങളില്ലാതെ ഒരു ജീവിതമായിരിക്കും നന്നായിരിക്കുക. ദാമ്പത്യ ജീവിതം മാത്രം മതി, അതിൽ കുഞ്ഞുങ്ങളെ വേണ്ട, ഇങ്ങനെയുള്ള ഏതെങ്കിലും പരസ്യം വരികയാണെങ്കിൽ ആ പരസ്യം റഷ്യ നിരോധിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ജീവിത ശൈലി പ്രോത്സാഹിപ്പിക്കുന്നത് റഷ്യയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം എല്ലാവരും പരസ്യങ്ങൾ കണ്ടാണ് സ്വാധീനിക്കുന്നത്. ആ സ്വാധീനം കാരണം നിരവധി ആളുകൾ കുട്ടികളില്ലാതെ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ നമുക്ക് വിവാഹം തന്നെ ആവശ്യമില്ല എന്ന് തോന്നിപ്പോകും. ഇനി വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമില്ല എന്ന രീതിയിലേക്ക് വരും. ഈ ഒരു പ്രവണതയുള്ള സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിനാൽ അത്തരം പരസ്യങ്ങൾ നിരോധിക്കണം എന്ന് കരുതുകയും ഈ പരസ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ബാൻ ഏർപ്പെടുത്തി. നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് കമന്റിൽ തന്നെ പറയുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട്. എങ്കിലും പല രാജ്യങ്ങളിലും ഒരു രോഗം പടരുന്നുണ്ട്. ഞങ്ങൾക്ക് സെക്ഷുവൽ ലൈഫ് വേണം, പക്ഷെ കുഞ്ഞുങ്ങൾ വേണ്ട. ഞങ്ങളെ കൊണ്ട് ഈ ഒരു ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനേ കഴിയില്ല. ഒരു കുഞ്ഞിനെ തന്നെ നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അതിന് താഴെ വീണ്ടും ഒരു കുട്ടി വന്നാൽ തീർച്ചയായും സാധിക്കില്ല. 2 കുട്ടികളുടെ ചിലവുകൾ, വിദ്യാഭ്യാസം, ഭക്ഷണം, അവരെ കൊണ്ടുപോവുക വരിക, ഇതെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കാരണം ഞങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെ നഷ്ടമാവുകയാണ്. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ പല രാജ്യങ്ങളിൽ അവരുടെ ജനസംഖ്യ തന്നെ കുറഞ്ഞു വരികയാണ്. ഈ ജനസംഖ്യ കുറഞ്ഞു വരുമ്പോൾ അടുത്തൊരു തലമുറ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെ ഒരു ചോദ്യമായി മാറുകയാണ്. ഇതാണ് ഇവിടെയുള്ള പ്രശ്നം. ആ പ്രശ്നമാണ് ഇത്തരം വിലക്കുകൾക്കും കാരണം. റഷ്യയിൽ LGBTQ സമൂഹത്തെ നിരോധിക്കാനുള്ള കാരണവും ഇതേ പ്രശ്നം തന്നെയാണ്. സ്ത്രീ, പുരുഷൻ, മക്കൾ, കുടുംബം, ഇത് ഒഴികെയുള്ള മറ്റൊരു ജെൻഡർ റഷ്യയിൽ ഉണ്ടാകാനേ പാടില്ല എന്ന് പുടിൻ പറഞ്ഞതിന്റെ റീസണും ഇത് തന്നെയാണ്. കുടുംബത്തിന്റെ ഒരു ഘടന തകർന്നാൽ ആ സമൂഹം എന്നത് ഒരു മനുഷ്യ സമൂഹമേ ആയിരിക്കില്ല. ആർക്കും ആരോടൊപ്പവും ജീവിക്കാം. കുടുംബമില്ലെങ്കിൽ അവർ സ്വന്തം കാര്യം മാത്രം, സ്വന്തം ആഗ്രഹങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അവർക്ക് സ്വന്തം രാജ്യത്തോട് തന്നെ സ്നേഹം ഉണ്ടാവുകയില്ല. ഇതാണ് റഷ്യ പറയുന്ന ഒരു കാര്യം.
ഒരു കുടുംബമില്ലാത്തതും അല്ലെങ്കിൽ കുട്ടികളില്ലാത്തതും രാജ്യത്തിനോടുള്ള സ്നേഹവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ ആരുമായും നിങ്ങൾക്ക് ഒരടുപ്പവും ഇല്ലെങ്കിൽ നിങ്ങൾ ആ കുടുംബത്തിലേക്ക് തന്നെ, ആ വീട്ടിലേക്ക് തന്നെ പോകില്ല. നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ആരുടെ കൂടെ വേണമെങ്കിലും ജീവിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം. ഓരോ ദിവസവും ഓരോ ജീവിതം നയിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെയോ കുടുംബത്തെയോ പരിപാലിക്കേണ്ട ആവശ്യമേ വരില്ല. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരു കുടുംബമുണ്ടെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കണം, കുട്ടികളെ നോക്കണം, ബന്ധങ്ങളെല്ലാം കെട്ടുറപ്പോടുകൂടി സൂക്ഷിക്കണം. നമ്മൾ അവരെ സംരക്ഷിക്കും, അവർ നമ്മെ സംരക്ഷിക്കും. ഈ ഒരു സംരക്ഷണത്തിന് നമുക്കൊരു സമൂഹം ആവശ്യമാണ്. സമൂഹം നന്നാവണമെന്നുണ്ടെങ്കിൽ ഒരു ജില്ല ആവശ്യമാണ്. ജില്ല നന്നാവണമെങ്കിൽ ഒരു സംസ്ഥാനം ആവശ്യമാണ്. സംസ്ഥാനം മുഴുവനും നന്നാകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു രാജ്യം തന്നെ ആവശ്യമാണ്. അപ്പോൾ ഒരു രാജ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്നെ മാത്രം നോക്കിയാൽ മതി എന്ന ധാരണയാണുള്ളതെങ്കിൽ യുദ്ധമേ നടക്കാത്തൊരു രാജ്യത്ത് പോയി നിങ്ങൾക്ക് ജീവിക്കാം. ഇവിടെയാണ് രാജ്യസ്നേഹത്തിന് തന്നെ ഒരു പ്രശ്നമായി മാറുന്നത്. ഇവിടെ സ്വാർത്ഥതയുമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടുള്ള ഒരു പരിഗണനയുമുണ്ട്. ഇത് റഷ്യ മനസ്സിലാക്കി. വളരെ വേഗത്തിൽ തന്നെ മറ്റു രാജ്യങ്ങളും ഇത്